നമസ്കാരം. മുളവന മീഡിയയിലേക്ക് സ്വാഗതം. CVKM സ്കൂളിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന KSUവിൻ്റെ കൊടിത്തോരണങ്ങൾ നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്ന് കിഴക്കേക്കല്ലട സ്കൂളുകളിൽ ഇന്ന് KSU സമരം നടത്തി. സിന്ദാബാദ് 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 KSUI സിന്ദാബാദ് KSUI സിന്ദാബാദ് ആരാടാ ഏതവനാടാ ആരാടാ ഏതവനാടാ ഏതവനാടാ SFI അധികാരത്തിൻ നുങ്കം കൊണ്ട് പ്രിയപ്പെട്ട KSU ജില്ലാ സെക്രട്ടറി ശ്രീ റിജോ, പിന്നെ ബ്ലൂ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ശ്രീനാഥ്, ശ്രീ സതീശൻ, പ്രിയപ്പെട്ട KSU കോൺഗ്രസ് നേതാക്കളെ, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ സ്കൂൾ പ്രവേശനോത്സവം ബന്ധപ്പെട്ട ഇവിടെ SFIക്കാര് വിരളി കൊണ്ട ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നുണ്ടിരിക്കുന്നത്. സകല സ്കൂളിലും കയറി കൊടിതോരണങ്ങൾ നശിപ്പിക്കുകയും SFIയുടെ ഹീനമായ പ്രവണത നിലനിന്നുകൊണ്ട ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നുണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 5 മണിയായപ്പോൾ കുറച്ച് DYFI SFI ഗുണ്ടകൾ എന്ന് വേണമെങ്കിൽ പറയാം, അവർ വന്ന് KSUക്കാരെ കൊടിതോരണങ്ങൾ അഴിച്ച് കൊടിയും ബാനറും ഒക്കെ അഴിച്ച് തീ കിട്ടുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കുണ്ടായി. കിഴക്കേക്കല്ലട CAയുടെ സമീപമായ ഇടപെടലുകൊണ്ടാണ് ഇന്നലെ അങ്ങനെ വലിയ ഒരു സംഭവം ഇവിടെ നടക്കാതെ പോയത്. അല്ലെങ്കിൽ അത് തീയിട്ട് വളരെ വിഷയമായിട്ട് തന്നെ മുമ്പോട്ട് പോകാൻ. ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നു, KSUവിന് കോൺഗ്രസിന്റെ ഭാഗത്തും യൂത്ത് കോൺഗ്രസിന് എല്ലാ പിന്തുണയും ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. കഴിഞ്ഞ ദിവസം +2 പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് കിഴക്കേക്കല്ലടയിലെ ഉപ്പൂർ MMHS-ഉം ചീക്കൽക്കടവ് CVKMHS, KPSP MHS, CVKMHS എന്നീ സ്കൂളുകളിൽ KSUവിന്റെ നേതൃത്വത്തിൽ നവാഗതരെ സ്വീകരിക്കുന്നത് ബന്ധപ്പെട്ട് കൊടി തോരണങ്ങൾ കെട്ടി അലങ്കരിച്ച് KSUവിന്റെ ആശയങ്ങൾ നല്ല രീതിയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി KSUവിന്റെ നേതൃത്വത്തിൽ KSUവിന്റെ ജില്ലാ സെക്രട്ടറി അടക്കം KSUവിന്റെ കിഴക്കേക്കല്ലട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ കൊടിതോരണങ്ങൾ കെട്ടി നവാഗതരെ സ്വീകരിക്കുന്ന പരിപാടിയായി മുന്നോട്ട് പോകുമ്പോൾ രാത്രിയുടെ മറവിൽ DYFIയുടെ ഒരു നേതാവിന്റെ നേതൃത്വത്തിൽ SFIയുടെ കുറെ കുട്ടികൾ ചേർന്ന്, പ്രവർത്തകർ ചേർന്ന് ഈ കൊടിതോരണങ്ങൾ വളരെ മോശമായ രീതിയിൽ നശിപ്പിക്കുകയാണ് ഉണ്ടായത്. കിഴക്കേക്കല്ലടയെ സംബന്ധിച്ചിടത്തോളം ആശയപരമായി ഇവിടെ CPM-ന്റെ ആയാലും BJP-യുടെ ആയാലും എല്ലാ പ്രവർത്തകരോടും വളരെ മാന്യമായിട്ടാണ് കിഴക്കേക്കല്ലടയിൽ രാഷ്ട്രീയ പ്രവർത്തനം വളരെ സമാധാന അന്തരീക്ഷത്തിലാണ് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ SFIയുടെയും DYFIയുടെയും ചില പ്രവർത്തകരുടെ മോശം പ്രവർത്തനം കാരണം ഇവിടുത്തെ സമാധാന അന്തരീക്ഷം നശിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനൊരു ആശയമുണ്ട്, കോൺഗ്രസിന്റെ ഒരു നയരീതികളുണ്ട്. ആ ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഇവിടുത്തെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ ഞങ്ങൾ ആരെയും എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിതോരണങ്ങൾ നശിപ്പിക്കാനോ അവരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുവാനോ KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഇടപെടൽ അത്തരത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഞങ്ങളോട് കാണിച്ചാൽ ഞങ്ങൾക്കതിനു വേണ്ടി ശക്തമായി പ്രതികരിക്കേണ്ടി വരും. കിഴക്കേക്കല്ലടയിലെ KSUവിനെയും യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസ് നെഞ്ചോട് ചേർത്ത് സംരക്ഷിക്കുമെന്ന് ഉറപ്പു പറയുകയാണ് ഈ അവസരത്തിൽ. ഏറെ ബഹുമാന്യരെ, നമുക്കറിയാം ഹയർ സെക്കൻഡറി ക്ലാസ്സുകളോടനുബന്ധിച്ച് KSU കിഴക്കേക്കല്ലട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുമ്പിലും കൊടിതോരണങ്ങൾ സ്ഥാപിക്കുകയും നല്ല രീതിയിൽ അലങ്കരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ വരവേൽക്കുവാൻ ഫ്ലെക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും എല്ലാം സ്ഥാപിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ആ ഫ്ലെക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും സ്ഥാപിച്ചതിന്റെ നിമിഷങ്ങൾക്കകം തന്നെ SFIയുടെ കാബാലികന്മാർ
ആ കൊടി തോരണങ്ങളെല്ലാം നശിപ്പിക്കുകയും നമ്മുടെ ഫ്ലെക്സ് ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിരുന്നത് അടിച്ച് റോഡിൽ ഇടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ അതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ ശേഖരിക്കുകയും അതിനോടനുബന്ധിച്ച് പോലീസ് സ്റ്റേഷനിലും തുടർന്ന് പ്രതിഷേധ പ്രകടനവുമായി മുമ്പോട്ട് പോകുവാൻ നമ്മൾ ആലോചിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഈ കുറ്റകൃത്യം ചെയ്തവർ തന്നെ ഇന്നലെ വൈകുന്നേരമായപ്പോൾ കിഴക്കേക്കല്ലട ചിറ്റുമല CVKM സ്കൂളിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകളും കൊടി തോരണങ്ങളും പട്ടാപ്പകൽ 4:30-ക്ക് ഒരു രാഷ്ട്രീയ മര്യാദയും പാലിക്കാതെ ഇതിന് മുന്നിലിട്ട് സ്കൂളിന് മുന്നിലിട്ട് തന്നെ അത് നശിപ്പിക്കുവാൻ അവർ ഒരുങ്ങുന്ന സമയത്താണ് കിഴക്കേക്കല്ലട സ്റ്റേഷനിൽ നിന്ന് പോലീസ് ഇടപെടുകയും അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ ഈ കല്ലടയിൽ ഈ നടത്തിക്കൂട്ടിയ DYFIയുടെ SFIയുടെ ഗുണ്ടായുസത്തിനെതിരെ ശക്തമായ സമര പരിപാടികളുമായി തന്നെ മുന്നോട്ടും KSU പോകുമെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.